ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ സൈഡിൽ നിങ്ങൾ കാണുന്ന വീഡിയോ ഞാനുണ്ടാക്കിയ വീഡിയോ അല്ല കേട്ടോ. ഇത് ഞാനൊരു അറബിക് ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയ ഒരു ബോഡി വാഷ് എന്നും അതുപോലെ തന്നെ ഫേസ് വാഷ് എന്നും ഫേസ് പാക്ക് എന്നും എല്ലാം വേണമെങ്കിൽ പറയാം. നല്ലൊരു സാധനമാണ് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ മുഖത്ത് നല്ലൊരു തിളക്കം വരാൻ വേണ്ടിയിട്ടും നിറം വരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പക്ഷേ അത് പെർമനൻ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലല്ല എന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവർ ചെയ്തതുപോലെ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള നമുക്ക് വീഡിയോ കാണാം. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചിരകിയെടുക്കുക കേട്ടോ. അപ്പോൾ പുഴുങ്ങാത്ത ഉരുളക്കിഴങ്ങാണ്. ഒരുപാട് പേര് ഉരുളക്കിഴങ്ങിൻ്റെ അധികം കണ്ടാൽ ചോദിക്കുക പുഴുങ്ങിയിട്ടാണോ ചിരകേണ്ടത്? പുഴുങ്ങാണ്ടാണ് ചിരകേണ്ടത് കേട്ടോ. ഇതുപോലെ ചിരകിയെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അത് അട വെക്കുക. അതങ്ങ് വെന്തോളൂ. ആ ഒരു സമയം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡോവിൻ്റെ വെള്ള കളർ സോപ്പ് ഉണ്ടല്ലോ, ഡോവിൻ്റെ വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട്. അതിൽ വൈറ്റ് കളർ സോപ്പാണ് വേണ്ടത്. അത് ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കുക കേട്ടോ. ഇതാണ് ഡോവിൻ്റെ വൈറ്റ് കളർ സോപ്പ്. അത് ചിരകിയെടുത്ത് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് നല്ലോണം തിളച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വന്നാൽ, ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ചിരക്കി വെച്ച ആ ഡോവിൻ്റെ സോപ്പ് ഉണ്ടല്ലോ, ആ ഡോവിൻ്റെ സോപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ഡോവിൻ്റെ സോപ്പ് ചിരകി എടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഇല്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് ഈ ഡോവിൻ്റെ സോപ്പായിരിക്കും. അത് ഒന്ന് വാങ്ങുക കേട്ടോ. 40 രൂപ എങ്ങാനും തോന്നുന്നു ഡോവിൻ്റെ ഒരു സോപ്പിന്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അതായത് നമ്മളെ പാല് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ സോപ്പ് മിക്സ് ചെയ്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റിന് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ചോളത്തിൻ്റെ പൊടിക്കാണ് കോൺഫ്ലോർ എന്ന് പറയുന്നത്. അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു സാധനം നമുക്ക് ഒരു ബോട്ടിൽ അടച്ച് വെച്ചിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസമല്ലേ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഒരു ക്രീം പോലെയാണ് ഇത് ഉണ്ടാകുക. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഞാനൊരു ബോട്ടിലിൽ ഇത് അടച്ച് വെച്ച് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലോട്ടൊന്ന് ഓരോരോ ദിവസം എടുക്കുന്ന സമയത്തും ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഒരു 5 ദിവസമെല്ലാം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് സാധാരണ സോപ്പ് തേച്ച് കുളിക്കുന്നതിന് പകരം ഇത് തേച്ച് കുളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് പകരം ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യും. ഇനി ബോഡിയിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബോഡിയിലേക്ക് ഇത് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കുളിക്കൂലേ അതേപോലെ ഫുള്ള് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. ഇനി ഫേസിലാണെങ്കിൽ നിങ്ങളിത് ഫേസിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 8 മിനിറ്റോളം നിങ്ങൾക്ക് ഫേസിൽ വെച്ചിട്ട് ഇത് കൈക്കളയുക. അതായത് ഫേസ് പാക്ക് പോലെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കൈക്കളയുക. പിന്നെ ഫേസ് വാഷ് ആയിട്ടാണെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മുഖത്തേക്ക് യൂസ് ചെയ്യുക, കഴുകിക്കളയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കും. നല്ലോണം മുഖം ഡള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം മുഖത്തൊന്ന് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയാനാണെങ്കിൽ ആ ഒറ്റ യൂസിൽ തന്നെ മുഖത്ത് നല്ലൊരു തിളക്കം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്കിത് ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒന്ന് ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5-8 മിനിറ്റ് ഞാൻ പറഞ്ഞ പോലെ ഫേസിലൊന്ന് വെച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഉണ്ടാകുക. ഇത് കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഒറ്റ യൂസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ബോഡിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഡെയിലി ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഫേസ് പാക്കായിട്ട് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5 ദിവസമല്ലേ നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും.
അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നുള്ളത് മാത്രമല്ല, ഞാൻ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എൻ്റെ അതായത് സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഞാൻ ഇടുന്ന ഫേസ് പാക്കുകൾ ട്രൈ ചെയ്യാനാണെങ്കിൽ മുഖത്ത് നല്ലൊരു നിറവും തിളക്കവും മാറ്റവും നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബ്യൂട്ടി ടിപ്സ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.